സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഉണ്ണി മുകുന്ദൻ മസിൽമാൻ. അദ്ദേഹത്തിൻ്റെ കുറച്ച് വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടുള്ള വിപിൻ കുമാറിനെ മർദ്ദിച്ചുവെന്നും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പരാമർശങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ന്യൂസുകളിലെല്ലാം കാണുന്നത്. എല്ലാവരും ഒരേപോലെ ചർച്ച ചെയ്യുന്നൊരു വിഷയം തന്നെയാണ് ഈ ഉണ്ണി മുകുന്ദൻ്റെ വിഷയം, ആ മർദ്ദിച്ച കേസിനെ പറ്റി. അപ്പോൾ ആദ്യം വന്ന വിഷയങ്ങളിലെല്ലാം ഈ വിപിൻ കുമാറിൻ്റെ ആരോപണങ്ങളായിട്ടാണ് കേരളത്തിൽ എല്ലാവരും അത് കണ്ടതും ന്യൂസും മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തതും. അപ്പോൾ അങ്ങനെ ഈ വിപിൻ കുമാറിൻ്റെ ആരോപണങ്ങളിൽ പറഞ്ഞത് ഈ നരിവേട്ട എന്ന് പറയുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ടൊവിനോയുടെ നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആ ഒരു പോസ്റ്റർ പങ്കുവെച്ചതും അതേപോലെ തന്നെ ആ പോസ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടതും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അത് ചൊടിപ്പിച്ചുവെന്നും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാര വിഷയമാവുകയും പിന്നീട് അതിനെ തുടർന്നുണ്ടായ സംസാരത്തിൽ തന്നെ മർദ്ദിക്കുകയും ചെയ്തു, തനിക്ക് ടൊവിനോ സമ്മാനമായി നൽകിയ കണ്ണാടി തറയിലിട്ട് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ ഉണ്ണി മുകുന്ദനെ പറ്റി ഈ പറയുന്ന വിപിൻ കുമാർ പറഞ്ഞ ആരോപണങ്ങൾ. അപ്പോൾ അങ്ങനെ വിപിൻ കുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയുണ്ട്. ഉണ്ണി മുകുന്ദൻ ഇങ്ങനെയാണ്, ഉണ്ണി മുകുന്ദൻ്റെ പടങ്ങൾ തുടർച്ചയായിട്ട് പൊട്ടിക്കൊണ്ടിരുന്നു, അതിനുശേഷം ഈ മാർക്കോയ്ക്ക് ശേഷം ഇറങ്ങിയ പടം ഗെറ്റ് സെറ്റ് ബേബി അതും പൊട്ടി. അപ്പോൾ അതിൻ്റെ വിഷമങ്ങളിലും അതിൻ്റെ ഫ്രസ്ട്രേഷനിലും ഒക്കെ തന്നോട് ഈ പറയുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തി അല്ലെങ്കിൽ തന്നെ മർദ്ദിച്ചു. ഇതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങളിലും എല്ലാം ഉണ്ണി മുകുന്ദൻ്റെ പെരുമാറ്റം ഈ രീതിയിലായിരുന്നു. ഇപ്പം നരിവേട്ട എന്ന് പറയുന്ന സിനിമ ടൊവിനോയുടെ ചിത്രമായിട്ടുള്ള നരിവേട്ടയുടെ പോസ്റ്റർ പങ്കുവെച്ചതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് എന്നെ മർദ്ദിക്കുകയാണ് ചെയ്തത്, എന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു, ഒരുപാട് ചവിട്ടി, തറയിലിട്ട് ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിപിൻ കുമാർ ഒരുപാട് പരാമർശങ്ങളുമായിട്ട് വന്നു. അപ്പോൾ അതിന് പിന്നീട് പോലീസ് നൽകിയൊരു മൊഴി അല്ലെങ്കിൽ പോലീസ് നൽകിയൊരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ മർദ്ദിച്ചു എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. ആ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ണി മുകുന്ദനെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. എന്നിട്ടും ഈ വിപിൻ കുമാറിൻ്റെ പ്രശ്നം അങ്ങോട്ട് തീർന്നില്ല. വിപിൻ കുമാർ ഒരുപാട് പരാമർശങ്ങളുമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് ഓരോ ദിവസമായിട്ട് ഓരോ അപ്ഡേറ്റുകളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ പറ്റി വിപിൻ കുമാർ ഇട്ട പോസ്റ്റ് ഇതാണ്, ഞാൻ ഈ സൈഡിലത് കാണിക്കാം. ഇതാണ് ഈ പറയുന്ന വിപിൻ കുമാർ പോസ്റ്റ് ചെയ്തത്. ഇതിനെയാണ് ഈ പറയുന്ന ഉണ്ണി മുകുന്ദൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ഈ പറയുന്ന വിപിൻ കുമാർ പറയുന്നത്. അപ്പോൾ വിപിൻ കുമാറിന് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ഞാനൊന്ന് ആദ്യം പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉണ്ണി മുകുന്ദൻ്റെ പ്രതികരണവും അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ എന്താണ് പറയാനുള്ളതെന്നുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ഉണ്ണി മുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ വിളിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, HLB പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവേട്ട എന്നൊരു പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവേട്ട എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ച് പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അതെ ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ അതോട്ട് വരാൻ പറയുന്നത്. അത് ഞാൻ വർക്ക് ചെയ്യുന്ന അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് മാനേജർ അല്ല. ഞാൻ PR കൺസൾട്ടൻ്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പറയുന്നത്. ഞാൻ 500 പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതാണ്. അതാ ഞാൻ പറഞ്ഞു, ഇതിനടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ല. കണ്ടില്ലേ, ഇത് ഉണ്ണി മുകുന്ദൻ്റെ മാനേജറല്ല, PR മാനേജറാണ്, അല്ലെങ്കിൽ PR വർക്ക് ചെയ്യുന്ന ആളാണ്. മാനേജർ എന്ന് പറയാം, PAയും അല്ലെങ്കിൽ PRും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉണ്ണി മുകുന്ദൻ പേയ്മെൻറ്റ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഈള് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു സിനിമ വന്നാലും അതിനെ പ്രൊമോട്ട് ചെയ്യുക, ഇവരുടെ പേജിൽ കൂടി പോസ്റ്റ് ചെയ്യുക, കൂടുതൽ പ്രൊമോഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ PR വർക്കിൽ കൂടി ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടി ഒരു PR വർക്കാണ് ഈള് ചെയ്യുന്നത്, ഈള് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന് ശേഷവും ഉണ്ണി മുകുന്ദൻ ഒരു കാര്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ട്. ഞാൻ ആ പോസ്റ്റ് സൈഡിലിടാം. ഉണ്ണി മുകുന്ദൻ ഇട്ടിരിക്കുന്ന ആ സിനിമയിലെ ഡയലോഗ് തന്നെ ആരോ ഇട്ടിരിക്കുന്ന ഒരു റീലാണ്. ഉണ്ണി മുകുന്ദൻ അത് പങ്കുവെച്ചു. ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ സിനിമയിലെ ഡയലോഗ് ഇതാണ്: ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്നെ ചെന്നായ്ക്കൾ വട്ടം കൂടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ വട്ടം കൂടി ആക്രമിക്കുകയാണ്, ഇനി ഇവിടെ ഞാൻ മതി എന്ന് മാർക്കോയിലെ ആ ഒരു കിടിലൻ സീൻ അല്ലെങ്കിൽ കിടിലൻ ഡയലോഗാണ് ഇട്ടിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നിലപാടുകളുള്ളൊരു നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉണ്ണി മുകുന്ദൻ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് താൻ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയും
എടുക്കുകയും അതിനു വേണ്ടിയിട്ട് അയാളുടെ ഡെഡിക്കേഷൻ അയാൾ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് വലിയൊരു സ്റ്റാറായ വ്യക്തിയൊന്നുമല്ല. ഉണ്ണിമുകുന്ദൻ താഴേക്കിടയിൽ നിന്ന് വന്ന് ഉയർന്നു വരാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് തൻ്റെ ലൈഫ് ഫുള്ളായിട്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി, മാളികപ്പുറം സിനിമ നല്ലൊരു വിജയമായിരുന്നു. ആ മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ ആ മാളികപ്പുറം സിനിമ വന്നപ്പോഴും കളിയാക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒരു വ്യക്തിയെ, ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അവഹേളിക്കുന്ന പോലെ തന്നെ ഉണ്ണിമുകുന്ദനെ ജാതി പറഞ്ഞുകൊണ്ട് അവഹേളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനെ ഈ സംഖ്യയാണ്, ചാണകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ വിമർശനങ്ങൾ വന്നു. അത് ഒരു പരിധി വരെ മാറ്റാൻ ഈ പറയുന്ന മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ സഹായകമായി. പിന്നീട് അതിനുശേഷം ഉണ്ണിമുകുന്ദൻ വീണ്ടും വന്നൊരു പടമാണ് മാർക്കോ. ഉണ്ണിമുകുന്ദൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചീത്തപ്പേരുകളും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ പറ്റി ചുറ്റിപ്പറ്റി നിന്നിരുന്ന എല്ലാ വിമർശനങ്ങളും അപ്പാടെ മാറ്റാനായിട്ട് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ വളരെയധികം സഹായിച്ചു എന്നുള്ളൊരു കാര്യവും വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ണിമുകുന്ദൻ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഈ പറയുന്ന ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ഉണ്ണിമുകുന്ദൻ അതിൽ എന്തിനാണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്തിനാണ് അതിൻ്റെ പേരിൽ ഈ പറയുന്ന ഇവനെ തല്ലേണ്ടത്? അപ്പോൾ ഇവൻ എന്തോ ഇൻറ്റൻഷനോട് കൂടി ഉണ്ണിമുകുന്ദൻ എടുത്ത് സംസാരിച്ചു. ഉണ്ണിമുകുന്ദൻ തല്ലി എന്നുള്ള കാര്യം ഉണ്ണിമുകുന്ദൻ പിന്നീട് പ്രതികരണമായിട്ട് വന്നു. കണ്ണട അടിച്ച് പൊട്ടിച്ചെന്നുള്ള സത്യമാണ്, തല്ലിയിട്ടില്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത്. പക്ഷേ ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലായത് പിന്നീട് CCTV ദൃശ്യങ്ങൾ കിട്ടിയപ്പോഴാണ്. ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ DGPക്ക് പരാതി നൽകാനായിട്ട് പോയിട്ടുണ്ട്. എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഈ PR വർക്ക് ചെയ്യുന്ന വിപിൻ കുമാർ എന്ന് പറയുന്നവൻ ഉണ്ണിമുകുന്ദനെ ഈ നമ്മുടെ മഹിമ നമ്പ്യാർ അങ്ങനെ ഒരു നടിയുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ മുന്നേക്ക് വെക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള തർക്കമാണെന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ പല മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അപ്പോൾ ഉണ്ണിമുകുന്ദൻ പറയുന്ന ഇതാണ്, എന്നെ വ്യക്തിപരമായിട്ട് തകർക്കാൻ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ തകർക്കാൻ വേണ്ടിയിട്ടും എൻ്റെ നിലവാരം കളയാനായിട്ടും എങ്ങനെ ഒരു വ്യക്തി ശ്രമിക്കുന്നു, ആർക്കോ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നതാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അയാളായിട്ടുണ്ടാക്കിയെടുത്ത അയാളുടെ ഒരു സ്റ്റാർഡത്തിനെ ഈ രീതിയിൽ വിപിൻ കുമാർ എന്ന് പറയുന്ന ഈ ഒരു ദുഷ്ടശക്തി അല്ലെങ്കിൽ വിപിൻ കുമാറിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഇവരെ തമ്മിൽ ഇൻഡസ്ട്രിയിൽ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ആരെ തമ്മിൽ? നമ്മുടെ ടൊവിനോയും ഉണ്ണിമുകുന്ദനും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉണ്ണിമുകുന്ദനും ഈ പറയുന്ന ടൊവിനോയും പകരം വെക്കാനില്ലാത്ത നടന്മാരാണെന്ന് നമുക്കറിയാം. രണ്ടുപേരും ഒരേപോലെ തന്നെ ബോഡി ഫിറ്റ്നസ്സിലാണെങ്കിലും അല്ലാതെ അഭിനയത്തിലാണെങ്കിലും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നടന്മാരാണ്. പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതിൽ കൂടി ഉണ്ണിമുകുന്ദൻ്റെ സിനിമകളിൽ മറ്റുള്ളവർ കാണാതിരിക്കുക, ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അവഹേളിക്കുക എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടുകൂടി വിപിൻ കുമാർ ചെയ്ത തന്തയില്ലായ്മ തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇതിനെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഈ പരാതിയെല്ലാം വ്യാജമാണ്, തൻ്റെ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തന്നെയാണ് ഈ പറയുന്ന വിപിൻ കുമാറിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഉണ്ണിമുകുന്ദന് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, പടങ്ങളെല്ലാം പൊട്ടുമ്പോൾ ഉണ്ണിമുകുന്ദൻ ഒന്നും കിട്ടുന്നില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരുടെ അടുത്ത് തീർക്കും. ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ വലിയ പടങ്ങളൊന്നുമില്ല, ഉണ്ണിമുകുന്ദൻ ഇങ്ങനത്തെ സ്വഭാവമുള്ളവനാണ്, മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ള നടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വിപിൻ കുമാർ പറയുന്നത്. പക്ഷേ വിപിൻ കുമാറിൻ്റെ പോസ്റ്റിലൊന്നും ഈ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനായിട്ടൊന്നും അയാളൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷമാണ് ഉണ്ടാകുന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ വിപിൻ കുമാർ എന്തിനു വേണ്ടി കളിക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ വിപിൻ കുമാർ പരാതി കൊടുത്ത് വിപിൻ കുമാറിന് തന്നെ പണിയായ എന്നുള്ളൊരു കേസാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ണിമുകുന്ദൻ്റെ പരാതി, ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ DGPക്ക് പരാതി കൊടുക്കാൻ പോയി. അതായത് ഗൂഢാലോചനയിൽ അന്വേഷണം വേണം. ഉണ്ണിമുകുന്ദൻ DGPക്ക് മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ പരാതിയുമായി ഉണ്ണിമുകുന്ദനും പോയിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് കേട്ടുപോകാം. മാനേജറെ മർദ്ദിച്ചു എന്ന പരാതിയിലെ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നടൻ ഉണ്ണിമുകുന്ദൻ DGPക്ക് പരാതി നൽകി. മാനേജറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് നടൻ പരാതി നൽകിയത്. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. തനിക്കെതിരെ കൊടുത്ത ഈ പരാതിയിൽ ഗൂഢാലോചനയുണ്ട് എന്നാണല്ലേ ഉണ്ണിമുകുന്ദൻ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നും പറയുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ് പ്രദീപ്? തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കാണിച്ചാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജറായിരുന്ന പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഉണ്ണിമുകുന്ദൻ ഇന്നലെ DGPക്കും ഒപ്പം ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കും പരാതി നൽകിയത്. ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദന്റെ മാനേജർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പോലീസിനോട് നിലപാട് തേടിയിരുന്നു. ഇന്ന് പോലീസ് ഇക്കാര്യത്തിൽ കോടതിയെ നിലപാട് അറിയിക്കും. അതായത് ഉണ്ണിമുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയുമാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഉണ്ണിമുകുന്ദൻ DGPക്കും ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കും പരാതി നൽകിയത്. കൂടാതെ അമ്മയും ഫെഫ്കയും ഈ വിഷയത്തിൽ ഇടപെട്ടേക്കുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. കാരണം മർദ്ദനമേറ്റതായി പറയപ്പെടുന്ന വിപിൻ കുമാർ ഫെഫ്ക അംഗമാണ്. പ്രശ്നം പരിഹരിക്കാൻ ഇരു സംഘടനകളും മുൻകൈ എടുത്തേക്കുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ പുരോഗതി ഇക്കാര്യത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ഔദ്യോഗികമായി നൽകിയ പരാതിയിൽ പറയുന്നതിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ വിപിൻ കുമാർ ഫെഫ്ക ഭാരവാഹികളെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. എന്തായിരുന്നാലും കണ്ടില്ലേ, ഇതിൽ
ഉണ്ണിമുകുന്ദനെ അടിച്ചൊതുക്കണം, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഇനി വേണ്ട എന്നുള്ളൊരു ഉറച്ച നിലപാട് അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനം നമുക്കവിടെ കാണാൻ പറ്റും. ഈ വിപിൻ കുമാർ അടിയുണ്ടാക്കി അല്ലെങ്കിൽ അടിയുണ്ടായി എന്ന് പറയുമ്പോൾ അവർ ഫെഫ്കയോ അല്ലെങ്കിൽ അവരുടെ സംഘടനകളുമായിട്ട് സംസാരിക്കാതെ നേരെ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയാണ് എന്നെ ഉണ്ണിമുകുന്ദൻ തല്ലി, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഈ പടത്തിൻ്റെ പേരിൽ എന്നെ തല്ലി എന്നുള്ളത്. ഉണ്ണിമുകുന്ദൻ ഈ പടത്തിൻ്റെ പേരിലാണ് ഇവനെ തല്ലിയത്, അതോ ഇനി മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലാണോ നമുക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വിപിൻ കുമാറിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവന് നല്ല തല്ലി കിട്ടേണ്ട ആൾ തന്നെയാണ്. മുൻപും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതായിട്ട് ഇവനെപ്പറ്റി അറിവുകളുണ്ട്. അതേപോലെ തന്നെ ടൊവിനോയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ടൊവിനോയായിട്ട് പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിലാണ് ഇവൻ പിന്നീട് ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് വന്നതെന്നും പിന്നീട് അങ്ങനെയും ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്താണെന്നുള്ള അതിൻ്റെ വസ്തുത അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്ത അയാളുടെ ഒരു കരിയർ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റാർഡത്തിനെ നശിപ്പിക്കാനായിട്ടൊരു വ്യക്തി ശ്രമിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. പണ്ട് അരിയണ്ണൻ്റെ വിഷയത്തെ നമ്മൾ കണ്ടാണ്, സീക്രട്ട് ഏജൻറ്റിൻ്റെ മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന അരിയണ്ണൻ ഈ ഉണ്ണിമുകുന്ദനെ വിമർശിച്ചുകൊണ്ടും അയാളുടെ ക്യാരക്ടറിനെ വിമർശിച്ചുകൊണ്ടും പല പരാമർശങ്ങളും നടത്തി. അതിനെ ഉണ്ണിമുകുന്ദൻ വേണ്ട രീതി ഉണ്ണിമുകുന്ദൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാതെ മറ്റുള്ളവരെ ഏർപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഉണ്ണിമുകുന്ദൻ പറയാനുള്ളത് എവിടെയും പറയും. അയാൾ വലിയ സെലിബ്രിറ്റി ആണെന്നുള്ളൊരു വിചാരമൊന്നും അയാൾക്കില്ല. അയാൾ പറയാനുള്ളത് തുറന്ന് പറയും, ചെയ്യാനുള്ളത് അയാൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഈ കാര്യത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ ഇനി നമുക്ക് അറിയാനായിട്ടുണ്ട്. ഈ വിപിൻ കുമാറും അതേപോലെ വിപിൻ കുമാറിനെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വിപിൻ കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഉണ്ണിമുകുന്ദനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാർഡത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഈ ഒരു നിഗൂഢ ലക്ഷ്യം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സത്യം എന്താണെന്നുള്ളത് പുറത്ത് വരട്ടെ. ഉണ്ണിമുകുന്ദൻ തല്ലു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്, സമ്മതിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും വിപിൻ കുമാർ വരുത്തി വെച്ചൊരു പണി തന്നെയാണെന്നുള്ളത് നമുക്ക് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.